ആവർത്തന പുസ്തകം 20-ാം അധ്യായം യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ദൈവം ഇസ്രായേലിനെ പഠിപ്പിക്കുക. നമ്മളെല്ലാവരും യുദ്ധക്കളത്തില്ല. യുദ്ധമുണ്ടോ? ഉണ്ട്. നമുക്കെല്ലാവർക്കും പോരാട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഉണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾക്ക് പോരാട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലർ രോഗത്തോട് പോരാടും, ചിലർ സാമ്പത്തിക വിഷയങ്ങളോട് പോരാടും, ചിലർ കുടുംബ വിഷയങ്ങളോട് പോരാടും, ചിലർ തലമുറയുടെ വിഷയങ്ങളോട് പോരാടും, ചിലരോട് പൈശാചിക ബന്ധനങ്ങളോട് പോരാടും, ചിലർ വേറെ എന്തെങ്കിലും വിഷയങ്ങളോട് പോരാടും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പോരാട്ടമുണ്ട്. എന്നാൽ നമ്മൾ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു പോരാട്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, അത് എന്ത് തന്നെയായാലും ഇന്ന് പകൽക്കാലം കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, അതിനകത്ത് നിന്ന് നമുക്കൊരു എഴുന്നേൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് പോരാട്ടത്തിന്റെ നടുവിലാണേലും, നിങ്ങൾ ഏത് വൈതരണിയുടെ പ്രശ്നത്തിന്റെ നടുവിലാണേലും, ഇന്ന് പകൽക്കാലം വചനം ഉറപ്പിക്കുന്നുണ്ട്, ദൈവ പൈതലെ, നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് തമ്പുരാൻ നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു വലിയ സൈന്യം നിങ്ങളുടെ നേരെ എഴുന്നേറ്റ് വന്നാലും, നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, പ്രൈസ് ദി ലോർഡ്, അതിന്റെ കോപം കൊണ്ട് ഭൂതലം മുഴുവനും അതിടിച്ചു കലങ്ങി എന്ന് പറഞ്ഞാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം അതിന്റെ നടുവിൽ എന്റെ തമ്പുരാനുണ്ട്. എത്ര വലിയ വിഷയങ്ങളാണാലും നമ്മെ നടത്തുന്ന കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അതിന്റെ 20-ാം അധ്യായത്തിന്റെ അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. കുതിരകളെയും രഥങ്ങളെയും നിന്നിൽ അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്. മതി. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നിന്നിലും ബലമേറിയതിന്, ശത്രു നിന്നിലും ബലമുള്ളതാണെങ്കിൽ അവന്റെ കുതിരകളെയും രഥങ്ങളെയും കാണുമ്പോൾ നീ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. Do not be afraid of their horses and chariot. Praise the Lord. നിന്റെ ശത്രുവിന്റെ രഥത്തെയും കുതിരകളെയും കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഈ പണ്ടിവിടെ ഈ സാമ്പത്തിക മാന്ദ്യം വന്നു. സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ റിസഷൻ. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു, നല്ല ജോലിയുള്ളവരൊക്കെ പറയും, പ്രൈസ് ദി ലോർഡ്, എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല ജോലിയുള്ളവർക്കൊന്നും കുഴപ്പം സംഭവിക്കത്തില്ല, അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉള്ളവർക്കൊക്കെ നിൽക്കാൻ പറ്റും, എന്നാൽ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലാത്തവർ, പൈസ ഒന്നും ഇല്ലാത്തവർ പെട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. നല്ല ജോലി ഉണ്ടാകുന്നവർ ക്ഷീണിച്ച് ഇവിടെ നിന്ന് ബാഗും പെറുക്കി പോയി. നല്ല ബാങ്ക് ബാലൻസ് ഉള്ളവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയാതെ ഇവിടെ നിന്ന് പോയി. പ്രാർത്ഥിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, 3 അക്ക ശമ്പളമുള്ളവരും 2 അക്ക ശമ്പളമുള്ള ദൈവദാസന്മാർ, ദൈവമക്കളും ഈ പട്ടണത്തിൽ തന്നെ പിന്നെയും നിന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ രഥത്തിലും കുതിരയിലുമല്ല, വചനം പറയുന്നുണ്ട്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലർ രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. കുഞ്ഞേ, നിന്റെ വീട്ടിനകത്ത് നിന്നെ പഠിപ്പിപ്പാൻ സാമ്പത്തികമില്ലെങ്കിലും, നിന്റെ പിതാവിനും മാതാവിനും നിന്റെ അടുത്ത മാസത്തെ ഫീസ് കെട്ടാൻ, അടുത്ത വർഷത്തെ ഫീസ് കെട്ടാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം തമ്പുരാനോട് പറ, പ്രൈസ് ദി ലോർഡ്, എന്റെ കണ്ണിരിക്കുന്നത് രഥങ്ങളിലും കുതിരകളിലുമല്ല. പ്രൈസ് ദി ലോർഡ്. സകലത്തെ നിർമ്മിച്ച, അഖിലാണ്ടത്തെ നിർമ്മിച്ച, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ആ ദൈവത്തിങ്കിലേക്കാണ് ഞാൻ ദൃഷ്ടി വച്ചിരിക്കുന്നത്. എന്റെ വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. കാര്യം എന്തെന്നറിയാമോ? നിങ്ങളൊരു വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 31 വേഴ്സ് 1. പ്രൈസ് ദി ലോർഡ്. കുതിരകൾ അനവധി ഉള്ളത് കൊണ്ട്, അത് ഓടിക്കുന്നവർ ബലവാന്മാരായതുകൊണ്ട്. കണ്ടോ, എന്തിനാ അത് ആശ്രയിക്കുന്നറിയാമോ? കുതിരകൾ അനവധിയുണ്ട്, അത് ഓടിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ്, അത് ബലവാന്മാരായതുകൊണ്ട്. ബലത്തിൽ ആശ്രയിക്കുക, ബലമുള്ളതിനെ നോക്കുക, അനവധി ഉള്ളതിലേക്ക് നോക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിന്റെ വചനം പറയുക, നിങ്ങൾ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കരുത്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ, ലോകം ചെയ്യുന്നത് പോലെ നിങ്ങൾ, പ്രൈസ് ദി ലോർഡ്, രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കരുത്. നിങ്ങളുടെ ദൃഷ്ടി നിങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് നോക്കട്ടെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയ്ക്ക് എന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്നവൻ ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെ ഇടപെടുവാൻ കഴിയുന്നവൻ ഉയരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളെ കൊണ്ട് കൂട്ടിയാലും കൂടാത്ത വിഷയങ്ങൾ, നിങ്ങളെ കൊണ്ട് തീർക്കാൻ നോക്കിയിട്ടും നടക്കാത്ത വിഷയങ്ങളെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ഒരു നിമിഷം ഒന്ന് പറ,
കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ വീട്ടുകാരെ കൊണ്ട് പറ്റുന്നില്ല, എൻ്റെ അപ്പനെയും അമ്മയും കൊണ്ട് പറ്റുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. ഇന്ന് പകൽക്കാലം കർത്താവേ, നീ എൻ്റെ വിഷയത്തിലൊന്ന് ഇടപെടണമേ എന്ന് ദൈവത്തോടൊരു വാക്കിലൊന്ന് പറഞ്ഞേ. നിന്റെ ശത്രുക്കളെ കാണുമ്പോൾ, നിന്റെ വിഷയങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ്, നമ്മൾ ഇന്നലെ ഉപവാസ പ്രാർത്ഥന ചിന്തിച്ചു, ദാവീദിനെ കൊന്നുകളയാനായിട്ട് ശൗല് തന്റെ പടയെ പലവട്ടം ദാവീദിന്റെ പിന്നാലെ അയക്കുക. 10-15 വർഷം ഇത് തന്നെ പരിപാടി. ശൗൽ ഓടിക്കും, ദാവീദ് ഓടി ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കും. ഒരിച്ചിരി കഴിയുമ്പോൾ, ഒരു ഗ്യാപ്പ് കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു വരും, പിന്നെയും ഓടിക്കും, പിന്നെയും ഏതെങ്കിലും ഗുഹയിൽ പോയി ഒളിച്ചിരിക്കും. ഇങ്ങനെ ഏകദേശം 10-15 വർഷം. ഈ 10-15 വർഷം, ഞാൻ ചെറിയൊരു ആലോചന, 10-15 വർഷം ഈ സമയത്ത് ദാവീദ് ഏറ്റവും നല്ല സങ്കീർത്തനങ്ങൾ എഴുതിയ. നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ പാട്ട് പാടണം. നിങ്ങളുടെ കഷ്ടത നടുവിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു പ്രതികൂലമുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങൾക്കൊരു ഞെരുക്കമുണ്ടെങ്കിൽ ദൈവത്തിന്റെ പാട്ട് പാടണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു ഞെരുക്കത്തിലൂടെ പൊക്കോണ്ടാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പാട്ട് പാടി നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. പലരും പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ് എല്ലാ പരിഭവങ്ങളും പറഞ്ഞ്, അയ്യോ എനിക്ക് ഗതി വന്നു, എനിക്കിനി രക്ഷപ്പെടാൻ പറ്റത്തില്ല, എന്റെ അവസ്ഥ വളരെ മോശമാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് പുലഭ്യം പറഞ്ഞിരിക്കാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ വിഷയങ്ങളുടെ മേൽ തമ്പുരാൻ ഇടപെടും. ഈ സമയത്തൊന്നും ദാവീദ് ആർക്ക് നേരെയും വിരൽ ചൂണ്ടി നിൽക്കാതെ ദൈവത്തെ സ്തുതിച്ചു. He praised God. He praised God during his time of troubles. He praised God when he was isolated. He praised God when he was inside the cave. He praised God when he was discouraged. He praised God when he was humiliated. അവനെ തള്ളിക്കളഞ്ഞ് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് അവൻ നാണം കെട്ട് അവൻ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോൾ ആഹാരത്തിന് വേണ്ടി പലരോട് കൈ നീട്ടേണ്ടി വന്ന സാഹചര്യങ്ങളിൽ പോലും അവൻ പ്രൈസ് ദി ലോർഡ് ആരോടും കുറ്റം പറഞ്ഞില്ല. പകരം അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചു. കേവിനകത്ത് നിന്ന്, ആ ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തിറങ്ങിയ ദാവീദിനെ തമ്പുരാൻ മാനിച്ചുയർത്തി. നിങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ അതിനകത്ത് നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത് ഒരു പ്രൊമോഷനുമായിട്ടായിരിക്കും. നിങ്ങളുടെ കഷ്ടതകളിൽ, in your struggles and suffering, if you are able to praise God, when you come out of it, you will come with a promotion. നിങ്ങൾ അതിനകത്ത് നിന്ന് ദൈവം പുറത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ശൗലുമായി ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ ഓടിച്ച് ഗുഹയിലോട്ട് കയറുന്ന സമയത്തെ ശ്രദ്ധിച്ചോ, ദാവീദ് നേരെ പോയി ശമൂവേലിന്റെ അടുക്കലോട്ട് അങ്ങ് പോയി. ശമൂവേൽ രാമയിൽ താമസിക്കുക. ശമൂവേലിന്റെ അടുക്കൽ പോയി, ശമൂവേൽ ഒരു അഭിഷിക്തനാണ്, അഭിഷേകമുണ്ട്. ആ സ്ഥലം മാറുന്ന നിങ്ങൾ നോക്കിക്കൊള്ളണം. ആ സ്ഥലത്ത് പോയി നിൽക്കുക. ശമൂവേൽ പാർക്കുന്ന പ്രാർത്ഥനയുള്ള, ആത്മാവിൽ ആരാധനയുള്ള, പ്രവചനമുള്ള, ദൈവാത്മാസൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി ദാവീദും അവിടെ അങ്ങ് പാർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശൗല് നേരെ ദാവീദിനെ പിടിച്ചോണ്ട് വരാനായിട്ട് പടയാളികളെ, ഭൃത്യന്മാരെ അയക്കുക. അവര് പോയി പ്രൈസ് ദി ലോർഡ് ദാവീദിനെ പിടിക്കാൻ നോക്കുമ്പോൾ എന്തുവാ വചനം പറയുന്നത്? അവരവിടെ പോയേച്ച് ദാവീദിനെ തൊടാൻ പോലും പറ്റിയില്ല. പകരം എന്തുവാ അവിടെ നിന്ന് അവർ പ്രവചിക്കുക. ശൗല് 2ാം പ്രാവശ്യവും കുറച്ചുകൂടെ ആൾക്കാരെ എങ്ങോട്ട് അയച്ചു. എന്തിനാണെന്നറിയാമോ? ദാവീദിനെ പിടിച്ചോണ്ട് വരാൻ. അവിടെ ചെന്നേച്ച് ദാവീദിനെ പിടിക്കാൻ നോക്കിയേച്ച് അവരെ കൊണ്ട് പറ്റുന്നില്ല. അവർ നിന്ന് അവിടെ നിന്ന് പ്രവചിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 1, 2, 3 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ശൗല് പിന്നെ തീരുമാനിച്ചു, ഇനി ഭൃത്യന്മാരെ ഒന്നും അയക്കണ്ട, ഞാൻ തന്നെ പോയി ദാവീദിനെ പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ പിടിക്കാനായിട്ട് ശൗല് പോയി. തമ്പുരാൻ ശൗലിനെയോടെ ഇട്ട് പ്രൈസ് ദി ലോർഡ് അവൻ അവിടെ നിലത്ത് കിടന്ന് പ്രവചിക്കുക. നിനക്കൊരു പ്രതികൂലമുണ്ടാകുമ്പോൾ, യുദ്ധം വരുമ്പോൾ, നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കുമ്പോൾ, നിനക്കെതിരെ പ്രതികൂലം വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിനകത്തോട്ട് നീ കയറണം. പ്രൈസ് ദി ലോർഡ്. ആ മണ്ഡലം അങ്ങോട്ട് മാറണം. നീ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ അതിനകത്ത് നിന്നല്ല. പ്രൈസ് ദി ലോർഡ്. നീ ജഡത്തിൽ നിൽക്കുമ്പോൾ ജഡത്തിന്റെ ചിന്തകൾ നിന്നെ ഭരിക്കും. നീ ജഡത്തിൽ നിൽക്കുമ്പോൾ ജഡത്തിന്റെ ആലോചനകൾ നിന്നെ ഭരിക്കും. ജഡത്തിൽ നിൽക്കുമ്പോൾ ജഡത്തിന്റെ ബലഹീനതകൾ നിന്നെ ഭരിക്കും. അയ്യോ, എന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ലല്ലോ, എന്റെ പ്രൈസ് ദി ലോർഡ് എനിക്ക് ഇതിനകത്ത് നിന്ന് ഒന്ന് പുറത്തു കിടങ്ങാൻ കഴിയത്തില്ലല്ലോ എന്ന് പറഞ്ഞുള്ള ആദ്യം നിന്നെ ഭരിക്കും. എന്നാൽ ആ സമയത്ത് നീ ആത്മാവിൽ ആരാധിച്ചാൽ പ്രൈസ് ദി ലോർഡ് നിനക്ക് ചുറ്റും പൊതിയുന്ന ഒരു ദൈവിക വലയമുണ്ട്. അത് ശത്രുവിന് നിന്നെ തൊടാൻ കഴിയാതെ വേണം. നിന്നെ അതങ്ങ് മറയ്ക്കും. നിന്നെ അതിനങ്ങ് മറയ്ക്കും.
ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നിന്റെ വിഷയത്തോട് പോരാടുന്നത് നിർത്തിയിട്ടെ നീ ഒന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ് നിന്റെ വിഷയത്തോട് നീ മല്ല് പിടിക്കുന്നതൊന്ന് നിർത്തിവെച്ച് നീ ഒന്ന് ആത്മാവിൽ ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ് നിന്റെ കുടുംബത്തിന് നേരെ വാദിക്കുന്ന പ്രൈസ് ദി ലോർഡ് പ്രതികൂലങ്ങളോടൊന്ന് മല്ല് പിടിക്കുന്നത് നിർത്തിവെച്ച് നീ ഒന്ന് ആത്മാവിലൊന്ന് ആരാധിക്കുക. പ്രൈസ് ദി ലോർഡ് നിന്നിൽ അധികം ശത്രുക്കളെ കാണുമ്പോ നീ ഭയപ്പെടരുത്. ആ രണ്ടാമത്തെ വാക്യം ഒന്നും രണ്ട് വാക്യം ഒന്നു വായിച്ച ആവർത്തന പുസ്തകം 20 1-2 വാക്യങ്ങൾ. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. മതി അമ്മ. പ്രൈസ് ദി ലോർഡ്. മിസ്രയീം ദേശത്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. യഹോവ പറയുക രണ്ടാമത്തെ കാര്യം, ഒന്ന് ശത്രുവിനെ കണ്ട് അവന്റെ പ്രൈസ് ദി ലോർഡ് കോപ്പ് കണ്ട് അവന്റെ കുതിരകളെയും രഥങ്ങളെയും കണ്ട് നീ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ എന്തും ഇരുന്നോട്ടെ, ശത്രു എത്ര വലിയതും ആയിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിൽ ഡോക്ടർ തന്ന റിപ്പോർട്ട് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണേലും പ്രൈസ് ദി ലോർഡ് ആ റിപ്പോർട്ട് അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ പ്രാർത്ഥനയും പോയി, വിശ്വാസവും പോയി, ആരാധനയും പോയി. പ്രൈസ് ദി ലോർഡ് പറയും, അയ്യോ എൻ്റെ മുട്ടുകാൽ അടിച്ചിട്ട് വയ്യ. പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് നാളെ ചാവാൻ പോകും പോലെയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് പറയണം, പ്രൈസ് ദി ലോർഡ് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ ശരീരത്തിലെ രോഗത്തെ മാറ്റുവാൻ കഴിയുന്നതാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി എൻ്റെ പ്രതികൂലങ്ങളെ മാറ്റുവാൻ കഴിവുള്ളതാ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലായതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഈ വിഷയങ്ങൾക്ക് എൻ്റെ ഭവനത്തെ തകർക്കാനായിട്ട് കഴിയത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ രീതി ഒന്ന് മാറണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ രീതി ഒന്ന് മാറണം. വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരും. ശത്രു പറയും, കണ്ടോ നീ കഴിഞ്ഞു, ഇനി നീ ഇല്ല. ശത്രുവിനോട് പറയണം, പ്രൈസ് ദി ലോർഡ് ഞാനല്ല തീർന്നത്, നീയാ. പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കില്ല. നോ വെപ്പൺസ് ഫോംഡ് അഗൈൻസ്റ്റ് യു ഷാൽ പ്രോസ്പർ. നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി വെച്ച് പറയണം, എനിക്കെതിരെ ശത്രു ആയുധം പെറുക്കി ഇടുകയാണെങ്കിൽ, എന്നെ തകർത്ത് കളയുവാൻ ശത്രു ആയുധം എടുക്കുകയാണെങ്കിൽ അതിനെ നോക്കി പറയണം, നോ വെപ്പൺ ഫോംഡ് അഗൈൻസ്റ്റ് മീ ഷാൽ പ്രോസ്പർ. ശത്രുവിന്റെ ഒരായുധവും, ശത്രു എനിക്കെതിരെ മെനഞ്ഞു വെച്ചിരിക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ശത്രുവിന്റെ തലമുറയ്ക്കെതിരെ മെനഞ്ഞു വെച്ചിരിക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ശത്രുവിന്റെ ജോലി മേഖലയ്ക്കെതിരെ മെനഞ്ഞു വെച്ചിരിക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. നോ വെപ്പൺ ഫോംഡ് അഗൈൻസ്റ്റ് മീ ഷാൽ പ്രോസ്പർ. രണ്ട്, കർത്താവ് പറയാം, നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ, യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ രണ്ടാമത് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ദൈവം തമ്പുരാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഗൾഫിലൊക്കെ പണ്ട് പോകുമ്പോൾ ചിലർ നമ്മുടെ അവിടെയൊക്കെ ഗൾഫിലുള്ള ആൾക്കാർ പറയും, കയറി പോന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ട്. പറയാജി പറയും കയറി പോന്നാൽ മതി, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ പറഞ്ഞ പുള്ളി അന്നേ കാണത്തുള്ളൂ, പിന്നെ കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. കയറി പോരെ, ഞാൻ നോക്കിക്കോളാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുചെന്ന് അറബിയിലൊക്കെ കൊണ്ടുപോകുന്നത് നിന്റെ ക്ഷയുടെ കാര്യവും ഫുഡിന്റെ കാര്യവും ഒക്കെ ജോലിക്കാരെയൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോരാൻ പറയും. ഇതും കേട്ടോണ്ട് ബാഗും പുറത്തോട്ട് പോകുന്ന ചിലരുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ആ പുള്ളിയും കാണത്തില്ല, ആ അഡ്രസ്സും കാണിച്ചില്ല, പറഞ്ഞ സ്ഥലവും പോലും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വാക്കുമാറാത്തൊരു കർത്താവ് ഉയരത്തിലുണ്ട്. ആ കർത്താവ് പറയുക, ഞാനുണ്ട് കൂടെ. പ്രൈസ് ദി ലോർഡ്. ഞാനുണ്ട് കൂടെ. നീ ഒറ്റയ്ക്കല്ല, ഈ യുദ്ധത്തിൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധത്തിൽ നിങ്ങൾ പറയും നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന്, നിങ്ങൾ പറയും ഈ പ്രശ്നത്തിൽ ഞാൻ ഒറ്റയ്ക്കാ, ഈ പ്രതികൂലത്തിൽ ഞാൻ ഒറ്റയ്ക്കാ, ഈ പോരാട്ടം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക. എന്നാൽ കർത്താവിന്റെ വചനം പറയുക, നീ ഒറ്റയ്ക്കല്ല, ഈ യുദ്ധത്തിൽ തമ്പുരാൻ കൂടെയുണ്ട്. വചനം പറയുക, യഹോവ നിന്നോട് കൂടെയുണ്ട്. റോമർ ലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. റോമർ 8:31. റോമൻസ് 8:31. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? മതി. ഇഫ് ഗോഡ് ബിഫോർ us, who can be against us? If God is for us, who can be against us? പറയണം. ഇന്ന് പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വിഷയങ്ങൾ നോക്കി വെച്ച് വിശ്വാസത്തോടെ പറയണം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? പ്രൈസ് ദി ലോർഡ്. If God for me, who can be against me? If God is for me, who can be against me? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്നിനും എനിക്ക് പ്രതികൂലമായിട്ട് നിൽക്കാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്.
നമ്മൾ വിശ്വാസത്തിലാണേലും ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മളങ്ങ് ക്ഷീണിച്ച്, പിന്നെ നമുക്ക് പാട്ടുമില്ല, പ്രാർത്ഥനയില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്ന ഭാഗം. ഞാൻ ആ ഭാഗം വായിപ്പിക്കുന്നില്ല. യുദ്ധം ചെയ്യാനായിട്ട് ദാവീദ് ഗോലിയാത്തിന്റെ അടുക്കൽ എത്തുമ്പോൾ, ഗോലിയാത്ത് ഇങ്ങനെ, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ മലനല്ലയോ, അവനെ കണ്ടിട്ട് കഴിഞ്ഞ 40 ദിവസം കൊണ്ട് ഇസ്രായേൽ പട, പ്രൈസ് ദി ലോർഡ്, എല്ലാം താഴ്വരയിൽ ഒളിച്ചിരിക്കുക. 40 ദിവസവും ആ പാളയത്തിനകത്ത് നിന്ന്, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ പുറത്തോട്ട് ഇറങ്ങാൻ നോക്കും. അപ്പോഴത്തേക്കും ഈ ഗോലിയാത്ത് വന്നേച്ച് വാത് വയ്ക്കും. പ്രൈസ് ദി ലോർഡ് പറയും, പ്രൈസ് ദി ലോർഡ്, നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഒരാളെ എനിക്ക് നേരെ അയക്ക്, ഞാനും അവനും യുദ്ധം ചെയ്യാം, ഞാനും അവനും പോരാടാം. പോരാടി അവൻ എന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യുദ്ധം ജയിച്ചു, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കീഴടങ്ങണം. ഈ വെല്ലുവിളി കഴിഞ്ഞ 40 വർഷം കൊണ്ട്, 40 ദിവസം കൊണ്ട് കേട്ടോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇത് കേട്ടോണ്ടാ ഇടയ ചെറുക്കനായ, ആത്മാവിൽ ആരാധിക്കുന്ന, ദൈവത്തെ അറിയുന്ന, ദൈവത്തിന്റെ മഹത്വം അറിയുന്ന, ദൈവത്തിന്റെ വലിപ്പം അറിയുന്ന, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഇടയ ചെറുക്കനായ, പ്രൈസ് ദി ലോർഡ്, ദാവീദ് അങ്ങോട്ട് കടന്നു വരുന്നത്. അവൻ അത് കണ്ടേച്ച് ഒരു വാക്ക് വിളിച്ചു പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോ, പ്രൈസ് ദി ലോർഡ്, ഈ അഗ്രചർമ്മിയെ ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ അന്തരീക്ഷം അങ്ങ് മാറ്റണം. നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ഏത് വിഷയത്തിന്റെ നടുവിലാണോ നിൽക്കുന്നത്, ആ സ്ഥലത്തെ അന്തരീക്ഷം അങ്ങ് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. അന്തരീക്ഷം മാറ്റിയേച്ച് ഇവിടെ പറയുക, ഈ അഗ്രചർമ്മിയെ, പ്രൈസ് ദി ലോർഡ്, ഞാൻ പ്രമാണത്തിനകത്തുള്ളവനാ, ഞാൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ കവനന്റിനകത്തുള്ളവനാ, ഞാൻ എന്നെ തോൽപ്പിക്കുവാൻ, എന്നെ തകർക്കുവാൻ ഇവന് കഴിയത്തില്ല. ഇവൻ അഗ്രചർമ്മിയാ. പ്രൈസ് ദി ലോർഡ്. ഇവനെ ദൈവം ഇന്ന് എന്റെ കയ്യിൽ ഏൽപ്പിക്കും. യുദ്ധം ദൈവത്തിന് കൈമാറിയ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കർത്താവിനെ ഒന്ന് കൈമാറിയേച്ച് പറയാമോ? കർത്താവേ, ഈ വിഷയത്തിൽ ഞാനല്ല ഇനി പോരാടുന്നത്, ഇത് കർത്താവിന്റെ വിഷയമാ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും എന്റെ വിഷയമായിരുന്നു, ഇതുവരെയും എന്റെ കുടുംബത്തിന്റെ വിഷയമായിരുന്നു, ഇതുവരെയും എന്റെ മാത്രം പ്രശ്നമായിരുന്നു. എന്നാൽ ഈ വിഷയം എന്റെ കർത്താവിന് ഞാൻ കൈമാറുകയാ. തമ്പുരാൻ ഈ വിഷയത്തിൽ ഇടപെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വിഷയമാക്കി ഞാൻ മാറ്റുകയാ. ദാവീദ് വിളിച്ചു പറഞ്ഞു, യഹോവ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ശത്രുവിനോട് പറയുക. ഒരു കൊച്ചിടയ ചെറുക്കൻ, അവന് വലിയ പാരമ്പര്യമൊന്നും പറയാനൊന്നുമില്ല, ഒരുപാട് മീറ്റിങ്ങുകൾക്കൊന്നും ഇരുന്ന് വലിയ പരിചയമൊന്നുമില്ല, നമ്മളെപ്പോലെ എഴുതിക്കെട്ടി വലിയ ബൈബിളൊന്നും കൊണ്ട് നടക്കുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ അവൻ്റെ മനസ്സ് നിറച്ച് വിശ്വാസമാണ്, അവൻ്റെ ഉള്ളിൽ നിറച്ച് വിശ്വാസമാണ്. ഇന്ന് നമ്മളെ വിശ്വാസം പൊതിയട്ടെ, നമ്മുടെ ഉള്ളിൽ വിശ്വാസം പൊതിയട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്കൊരു വിഷയം വരുമ്പോൾ 10 വർഷം 20 വർഷം 30 വർഷം 50 വർഷം ദൈവത്തെ ആരാധിച്ചവര്, പ്രൈസ് ദി ലോർഡ്, ഒരു ചെറിയൊരു വിഷയം വന്നാൽ മതി, ഒരു ചെറിയൊരു നടുവേദന വന്നാൽ മതി, ഒരു ചെറിയ പനി വന്നാൽ മതി, ഒരു, പ്രൈസ് ദി ലോർഡ്, 1000 രൂപയുടെ പ്രശ്നം വന്നാൽ മതി, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വിശ്വാസവും പോയി, നമ്മുടെ പ്രാർത്ഥനയും പോയി, ഉണ്ടായിരുന്ന പ്രത്യാശയും പോയി, ഒക്കെ ഞങ്ങൾ അവസാനിപ്പിക്കും. ഇന്ന് പകൽക്കാലം, പ്രൈസ് ദി ലോർഡ്, ചെറിയ ഇടയ ചെറുക്കൻ നമ്മുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുക, അവൻ ശത്രു നോക്കിയിട്ട് പറയുക, ഈ യുദ്ധം എന്റേതല്ല, ഈ യുദ്ധം ദൈവത്തിൻ്റെതാ. നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി ചെന്ന് പറയാമോ, ഇതെന്റെ പ്രശ്നമല്ല, ഇത് സ്വർഗത്തിന്റെ പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. God will fight for me. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം എന്റേതല്ല, ഈ യുദ്ധം ദൈവത്തിൻ്റെതാ. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധം എന്റേതല്ല, ഈ യുദ്ധം ദൈവത്തിൻ്റെതാ. ഞാൻ പോരാടി തളർന്നു പോയതാ, ഞാൻ പോരാടി ക്ഷീണിച്ചു പോയതാ, ഞാൻ പോരാടി കണ്ണീരൊഴുക്കിയതാ. ഇനി എനിക്ക് പോരാടാൻ പറ്റത്തില്ല. ഈ പ്രശ്നം എന്റേതല്ല, ഈ യുദ്ധം ദൈവത്തിൻ്റെതാ. God will fight for me. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ എന്റെ വിഷയത്തിൽ ഇടപെട്ട്, ശത്രു എത്ര പ്രബലനായാലും അവൻ എത്ര ശക്തിമാനായാലും, ദൈവം എന്റെ വിഷയത്തിൽ ഇടപെട്ട് അവൻ എനിക്കൊരു വിടുതൽ തരും. കാരണം ഈ യുദ്ധം ദൈവത്തിൻ്റെതാ. God will fight for me. Glory to God, glory to God, glory to God. ഈ രണ്ട്, നിങ്ങൾ ഈ വിഷയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദാവീദ് വന്നിട്ട് ഒന്നാമത് ഈ ഗോലിയാത്തിനോട് പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഈ അഗ്രചർമ്മിയെ. 2, ദാവീദ് പറയുക, ഈ യുദ്ധം യഹോവ ചെയ്യാൻ പോവുക. I come in the name of God. യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്.
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസും യോഹന്നാനും കൂടെ, പത്രോസും യോഹന്നാനും കൂടെ പ്രൈസ് ദി ലോർഡ് ആലയത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യനെ നമ്മളവിടെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് വായിക്കണ്ട, ആ ഭാഗത്ത് വരുമ്പോൾ ജന്മനാ മുടന്തനായ മനുഷ്യനെ കണ്ട ഉടനെ പ്രൈസ് ദി ലോർഡ് അവൻ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പത്രോസും യോഹന്നാനും കൂടെ അവനെ ഉറ്റുനോക്കി വെച്ച് അവനോട് പറഞ്ഞു, ഞങ്ങളെ നോക്ക്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? അടുത്ത് പറയുക, വെള്ളിയും പൊന്നൊന്നും എനിക്കില്ല, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങളുടെ കയ്യിലില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞങ്ങൾക്കകത്തുള്ള ഒന്നുണ്ട്, ഞങ്ങളുമായിട്ടൊന്ന് കണക്ട് ചെയ്യ്, നീ ഞങ്ങളെ ഒന്ന് ഉറ്റുനോക്ക്, ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. കാര്യം എന്തുവാ? ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം നിന്നെ ഇടപ്പിൽ നിന്ന് അത് എഴുന്നേൽപ്പിക്കും. ആ അഭിഷേകം നിന്റെ മുടന്തുള്ള കാലിനെ അത് ഉറപ്പിക്കും. ആ അഭിഷേകം നിന്റെ നരിയാണികളെ ഉറപ്പിക്കും. ആ അഭിഷേകം നിന്റെ നിന്നയെ മാറ്റിക്കളയും. ആ അഭിഷേകം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പത്രോസും യോഹന്നാനും കൂടെ പറയുക, ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്, ഞങ്ങളുടെ കണ്ണിലേക്ക് ഒന്ന് നോക്ക്. പ്രൈസ് ദി ലോർഡ്. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാനുള്ള അഭിഷേകത്തിന്റെ തലത്തിനകത്ത് നീ ആയിരിക്കുന്നത്. അത് നിന്റെ കെട്ടുകളെ പൊട്ടിച്ച്, അത് നിന്റെ നരിയാണികളെ ഉറപ്പിച്ച്, അത് നിന്റെ കാലുകൾക്ക് ബലം പകർന്ന്, അത് നിന്നെ എഴുന്നേൽപ്പിക്കാൻ ശക്തിയുള്ളതാ. വിഷയങ്ങൾ വരുമ്പോ കർത്താവിന്റെ വചനം പറയുക, യുദ്ധത്തിനായിട്ട് നിൽക്കുമ്പോ നിങ്ങൾ പറയണം, യഹോവ എന്നോടുകൂടെ ഉണ്ട്. ശത്രു നോക്കി രോഗം പറയും, ഡോക്ടർ പറയും, കണ്ടോ ഇത്രയും വലിയ റിപ്പോർട്ടാണ് കൈ കിട്ടിയിരിക്കുന്നത്. റിപ്പോർട്ട് വെച്ചേച്ച് പറയണം, ഇതിലും വലിയവനാ എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ശത്രു പറയും, കണ്ടോ നിനക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ശത്രുവിനെ നോക്കിച്ച് പറയണം, പ്രൈസ് ദി ലോർഡ്, നീ ചെറുതാ, എന്റെ ദൈവം വലിയതാ. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രശ്നങ്ങളെ തീർക്കാൻ എന്റെ കർത്താവിന് ഒരു നിമിഷം മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന്റെ ആ കരവലയത്തിനകത്തോട്ടൊന്ന് കയറി വെച്ച് വിശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചേച്ചു പറ, എന്റെ തമ്പുരാൻ എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നത്, ഇപ്പോഴേ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം വിട്ടേച്ചു പോയാലും, ആരെല്ലാം വാക്കുമാറിയാലും കുഞ്ഞെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. Praise the Lord. ഒരു വാക്യം വായിച്ചു, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല താനും. കാരണം എന്തെന്നറിയാമോ? അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ നിന്നെ പറഞ്ഞേ, അവൻ എന്നോട് യുദ്ധം ചെയ്യും, എനിക്കൊരു യുദ്ധമുണ്ട്, പക്ഷെ യുദ്ധം ചെയ്യുന്ന ശത്രു ജയിക്കത്തില്ല, യുദ്ധം ചെയ്യുന്ന രോഗം ജയിക്കത്തില്ല, യുദ്ധം ചെയ്യുന്ന പ്രതികൂലം ജയിക്കത്തില്ല. കാരണം തമ്പുരാൻ എന്നോട് കൂടെയുണ്ട്. കർത്താവിന്റെ വചനം പറയുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. I'm with you. I'll go with you. Praise the Lord. ഞാൻ നിന്നോട് കൂടെ പോരും. എൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ പോരും. Praise the Lord. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മളോട് കൂടെ തന്നെ ഉണ്ട്. ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞ്, Praise the Lord, ഞാൻ ഒറ്റയ്ക്കായി എന്നൊരു തോന്നൽ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ, Praise the Lord, അയ്യോ ഈ വിഷയം ചുമന്ന് ഞാൻ ഒത്തിരി ക്ഷീണിച്ചു പോയി, എന്നെ കൊണ്ട് ഈ വിഷയം ഇനി ചുമക്കാനായിട്ട് കഴിയുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് കർത്താവിന്റെ വചനം പറയുക, നീ ഒറ്റയ്ക്കല്ല, സ്വർഗം നിന്റെ കൂടെയുണ്ട്. വിശ്വാസത്തില് നിൽക്കുന്ന ദൈവമക്കൾക്ക് നിങ്ങൾക്കൊരു പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ആശ്രയിക്കേണ്ടത് ഈ പുസ്തകത്തെയാണ്. വെറുതെ ചെന്ന് ചിന്തിച്ചു കളയരുത്, ആർക്കോ പണിയില്ലാതിരുന്ന ആരോ എഴുതി ഉണ്ടാക്കിയതാണ് ഈ പുസ്തകം. അല്ല കുഞ്ഞുങ്ങളെ, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ, ആത്മാവിൻ്റെ നിശ്വാസത്താൽ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ ദാസന്മാർ എൻ്റെ നിങ്ങളുടെ കരങ്ങളിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പ്രാണത്യാഗത്തോളം സഹിച്ച ഒരുപാടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആദ്യം മുതലുള്ളതൊക്കെ എഴുതി ചേർത്തിട്ട് ഇപ്രകാരം ഒരു പുസ്തകം നിങ്ങളെയും എൻ്റെ കയ്യിൽ തന്നെ എന്തിനെന്നറിയാമോ? എനിക്ക് നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ഇതിന് നല്ലൊരു ബൈൻഡിട്ട് കവറിട്ട് അടച്ചു പൂട്ടി, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ വീട്ടിലിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് അലമാരയുടെ മുകളിൽ കൊണ്ട് പൊടി അടിക്കാതെ അടച്ചു വെക്കാനുള്ളതല്ല ഈ പുസ്തകം. ഞായറാഴ്ച തോറും പൊടി തട്ടി എടുത്തോണ്ട് കഷത്ത് തിരികേച്ച് വന്ന് പള്ളി ഇരുന്നേച്ച് പിന്നെ അടുത്ത ഞായറാഴ്ചക്ക് എടുക്കാനുള്ള ഉപകരണമല്ല ഈ പുസ്തകം. ഇത് ദിനം തോറും വായിക്കണം, രാവിലെ തോറും നിങ്ങൾ ഇതിനെ വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം വായിക്കുന്നവനൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. രാവിലെയും രാത്രിയും നിങ്ങൾ വായിക്കണം. ദൈവത്തിന്റെ വചനം വായിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. ഇതിനെ നിങ്ങൾ വായിക്കുക മാത്രമല്ല, ഇത് നിങ്ങൾ ധ്യാനിക്കുകയും ചെയ്താൽ ദൈവമക്കളെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? പെന്തക്കോസിനകത്ത് പോലും
50 വാക്യം കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയാത്തവരാ നമ്മൾ നടുവില്ലേ. 50 വാക്യം പറയാൻ പറഞ്ഞ നമ്മൾ ആദ്യം തുടങ്ങുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു. അത് ഐറമോള് പറയുന്ന വാക്യമാണ്. വിശ്വാസം നിൽക്കുന്ന നമുക്ക് 50 വാക്യം പറയാൻ പറഞ്ഞ എനിക്കറിയത്തില്ല നമ്മൾ നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും. 25 പറയാൻ പറഞ്ഞ 10 പറയാൻ പറഞ്ഞ 5 രോഗത്തിനുള്ള മരുന്ന് പറയാൻ പറ, നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയത്തില്ലേ? അറിയാം. 5 നല്ല ഡോക്ടർമാരെ പേര് പറയാൻ പറ, 5 എന്തിന് 10 പറഞ്ഞു തരാം. 5 ബാങ്കിന്റെ പേര് പറയാൻ പറ, 5 എന്ത് 10 എന്ത് 10 കൊള്ളപ്പലിശക്കാരുടെ പേര് പറഞ്ഞു തരും. എന്നാൽ നിന്നെ നിർത്താൻ കഴിയുന്ന വചനം നിനക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകവും പിടിച്ച് ജീവിച്ച പണ്ടങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ പുസ്തകം തലയിച്ചുന്ന ഭക്തന്മാരുണ്ടായിട്ടുണ്ടെന്ന്. ഈ പുസ്തകവും പിടിച്ചുകൊണ്ട് ഈ പുസ്തകത്തെ സ്നേഹിച്ച് ഇതിലെ വചനം വെച്ച് ജീവിച്ച ഭക്തന്മാരുണ്ടായിരുന്ന സ്ഥലത്താ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം അത് നമുക്ക് ആഹാരമാ. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ഇതിനകത്ത് നിങ്ങൾക്കുള്ള വാഗ്ദത്തങ്ങളുണ്ട്, ഇതിനകത്ത് നിങ്ങൾക്കുള്ള മരുന്നുണ്ട്. നോ യുവർ മെഡിസിൻ. ഈ പുസ്തകം ഒരു ബോക്സ് പോലെയാ. ഈ പുസ്തകം ഒരു എൻസൈക്ലോപീഡിയ. ഈ പുസ്തകം നിങ്ങൾക്കുള്ള ഒരു പ്രൈസിലോട് ഒരു മെഡിക്കൽ സ്റ്റോറാ. ഈ പുസ്തകം നിങ്ങൾക്കുള്ള ബാങ്കാ. ഈ പുസ്തകം നിങ്ങൾക്കുള്ള സകല സോഴ്സുകളുടെയും ഉറവിടമാ. നോ യുവർ ബുക്ക്. നിങ്ങളുടെ ബൈബിളിനെ, നിങ്ങളുടെ പുസ്തകത്തെ നിങ്ങൾ വായിക്കണം. രാവും പകലും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, സന്തോഷം പറയണം. ഇന്ന് വചനം വായിക്കണം, എനിക്ക് സന്തോഷം പറയണം. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നവൻ. നിങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും നിങ്ങൾ ബൈബിൾ വായിക്കണം. നിങ്ങൾ രാത്രി അത്താഴം മുടങ്ങിയാലും നിങ്ങൾ ഒരു വാക്ക് വചനം വായിച്ച് ദിവസത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചേച്ച് കുഞ്ഞെ കിടക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങളെ വളർത്തുന്നതാ. യുദ്ധത്തിൽ നിൽക്കുന്നവർ, പോരാട്ടത്തിൽ നിൽക്കുന്നവര്, നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവരായിരിക്കണം. ഈ ഭാഗം ഒന്ന് വായിച്ചേ. അതിന്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2, 3. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 2, 3 വാക്യങ്ങൾ. പുരോഹിതൻ വന്ന് ജനത്തോട് സംസാരിച്ച്, ഇസ്രായേലെ കേൾക്ക, നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയേൽക്കാൻ അടുക്കുന്നു. അവരെ കണ്ട് ഭ്രമിക്കരുത്. 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ മാമേ. ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങി. 2 കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. 1-ാമത്തെ കൂട്ടര് നമുക്ക് ആദ്യം 8-ാമത്തെ വാക്യം പറഞ്ഞിട്ട് ഞാൻ മേളിലോട്ട് വരാം. 1-ാമത്തെ കൂട്ടരാണെന്നറിയാമോ? എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്നവര്, എന്ത് പറഞ്ഞാലും അവിശ്വാസത്തിന്റെ വാക്ക് പറയും. നിങ്ങൾക്ക് രോഗമുണ്ടോ? എന്നെയും കൊണ്ടേ പോകും. നിങ്ങൾക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഉടനെ പറയും ഇന്നടുത്ത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആ പ്രശ്നം പിന്നെ അവരങ്ങ് ക്ഷീണിച്ചു, അവർ പിന്നെ കൂട്ടത്തോടെ വിട്ടുപോയി. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത എഴുന്നേക്കത്തില്ല. നിങ്ങളെ പറഞ്ഞ് നിങ്ങളെ ബലഹീനപ്പെടുത്തി നിങ്ങളങ്ങ് കിടപ്പിലാക്കി കളയുന്ന ഈ നെഗറ്റീവ് പറയുന്നില്ല. കർത്താവ് പറയുക, അങ്ങനെ ഉള്ളതിനൊക്കെ നീ അങ്ങോട്ട് മാറ്റിവിട്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും വരുന്നു. ഒരെണ്ണം പ്രൈസ് ദി ലോർഡ് ഇവിടെ പറയുക, ഒരു യുദ്ധത്തിനായി, ഒരു പടയ്ക്കായി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വരണം. ഞാൻ ഇങ്ങനെ പറയുക, പ്രാർത്ഥിക്കുന്നവൻ, ആത്മാവുള്ളവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ, വിശ്വാസമുള്ളവൻ മുന്നേ നിന്നിട്ട് പറയണം, കുഞ്ഞേ ഈ വിഷയം മാറും, തമ്പുരാൻ വിഷയത്തിൽ ഇടപെടും. പറഞ്ഞ് ബലഹീനപ്പെടുത്താനൊക്കെ എളുപ്പമാണ്. അയ്യോ ഇതാണോ വിഷയം? നടക്കത്തില്ലത്. ഇത് തട്ടുപോത്തേ ഉള്ളൂ. എങ്ങാനും വലിയ ചെറിയ നടുവേന എങ്ങാനും വന്നതായിരിക്കും. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നടുവേന ഒന്നും പിന്നെ എഴുന്നേറ്റിട്ടേ ഇല്ല. ആ കിടപ്പിൽ കിടന്നു പോകും. പിന്നെ ഉണ്ടായിരുന്ന ഇച്ചിരി വിശ്വാസം കൂടെ അടിച്ചം കളയും. കൂട്ടരുത്. അങ്ങനെയുള്ളതിനെയൊന്നും കൂട്ടരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിന്റെയൊക്കെ പിന്നാലെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവം എന്നറിയാമോ? 1 വർഷം 1 മാസം കഴിയുമ്പോൾ ഇവിടെയും അത് തന്നെ കാറ്റടിച്ച് വെച്ച് ഇവിടെയും വിശ്വാസമില്ല. ഇവിടെ പിന്നെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പറയും, ഓ പള്ളിയിലൊന്നും പോകണ്ട, പ്രാർത്ഥിക്കൊന്നും വേണ്ട, കാരണം ഒന്നും നടക്കത്തില്ല. കാര്യം എന്തുവാ? ഇവിടെ പിടിച്ച് നടക്കുന്നേ. അതിൻ്റെയൊക്കെ പിടിവിട്ടോളണം. നിങ്ങളുടെ വിശ്വാസത്തെ കെടുത്തുന്ന ഒന്നിനെയും നിങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കരുത്.
നിങ്ങൾക്ക് നിൽക്കാൻ കഴിയാതെ വണ്ണം നിങ്ങളെ താളടിച്ചു കളയുന്നത്. കർത്താവിന്റെ വചനം പറയൂ, ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ, പ്രൈസ് ദി ലോർഡ്, അവന്റെ സഹോദരന്റെ ഹൃദയവും ധൈര്യം കെടുത്താതിരിക്കേണ്ടതിന് കർത്താവ് അവരെ തൽക്കാലം മാറ്റി നിർത്തുക. നിങ്ങളെ ധൈര്യം കൂടെ കെടാതിരിക്കാൻ വേണ്ടിയാ കർത്താവ് പറഞ്ഞ് അതിനവിടെ നിർത്ത്. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നടക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടും. പുരോഹിതൻ തന്നെ ജനത്തോട് സംസാരിച്ച് വിശ്വാസത്തിന്റെ വാക്ക് പറയണം. നിങ്ങളുടെ വീട്ടിനകത്തൊരു വിഷയമുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഒരിക്കലും ഒരു അമ്മാമ ഭയങ്കര ഒരു വിഷയത്തിലൂടെ പൊക്കോണ്ടിരിക്കുക. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ പ്രശ്നങ്ങളല്ലേ ഇപ്പൊ എങ്ങനെയാ വിഷയങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറയുക, ഈ നൂൽപ്പാലത്തിന്റെ അങ്ങറ്റം നിൽക്കുക, തല പൊക്കാൻ ഒരു വഴിയില്ല. എന്നോട് പറയുക, പാസ്റ്റർ ഇതും ചാടിക്കിടക്കും. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ബലവാ. പ്രൈസ് ദി ലോർഡ്, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ബലവാ. പാസ്റ്റർ ഇതും ചാടിക്കിടക്കും. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ജഡത്തിൽ നിന്നാണെങ്കിൽ പറയും, ഒന്നല്ല ഒരു 10 പ്രാവശ്യം ചിന്തിച്ചാലും ചാടത്തില്ല. ചാടുന്ന പോയിട്ട് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. പറയുക, ഇതും ചാടിക്കിടക്കും. നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് നിന്റെ ഏത് പ്രശ്നത്തിൽ നിന്നെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. കർത്താവ് പറയാം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെ പോരുക. പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തിന്റെ വാക്ക് നിങ്ങളെ വീട്ടിനകത്ത് നിങ്ങൾ വിളിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്, ഈ ഭാഗം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ വായിച്ച ഈ ഭാഗത്തിന്റെ അതിന്റെ 4ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നിങ്ങളൊരു പോരാട്ടത്തിന്റെ നടുവ് നിൽക്കുമ്പോൾ നിങ്ങളുടെ പടക് ആഴത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങി ആടി ഒലഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, എന്താ ചെയ്യേണ്ടതെന്നറിയാതെ എങ്ങനെ ഒന്ന് സ്റ്റഡിയാക്കാമെന്ന് നോക്കി വെച്ച് പറ്റുന്നില്ല. പലതും ചെയ്തു. ഈ കപ്പലിലൊക്കെ പോകുമ്പോഴേ, ഈ സമുദ്രത്തിലൂടെ കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കപ്പലിനെ ഈ കൊടുങ്കാറ്റടിച്ചേച്ച് അതിങ്ങനെ ആടി ഒലയുമ്പോൾ ഈ കപ്പലിലുള്ള ക്രൂ മെമ്പേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നങ്കൂര ഇടുക എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? നങ്കൂര ഇടുക, ഇറ്റ്സ് ആങ്കറിങ്. പ്രൈസ് ദി ലോർഡ്, ആങ്കർ, പുട്ട് ദ ആങ്കർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നങ്കൂര ഇടുക. ഈ നങ്കൂര ഇടുന്നതെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഈ കപ്പൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തിരമാലകൾ തുടങ്ങി, പെട്ടെന്ന് കൊടുങ്കാറ്റൊക്കെ ആഞ്ഞടിച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, കപ്പലിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം ഡ്രിഫ്റ്റിംഗ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അത് മറിയത്തക്ക രീതിയിൽ അതിന് ഉലച്ചിൽ സംഭവിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇതിലിരിക്കുന്ന ക്രൂ മെമ്പേഴ്സ് അതിന്റെ ആങ്കർ എടുത്തിട്ട് കടലിന്റെ ആഴത്തിലോട്ട് അങ്ങോട്ട് ഇടും. ഈ ആങ്കർ അകത്ത് ചെന്ന് കപ്പലിന്റെ അടിത്തട്ടിൽ പോയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഈ ആഴത്തിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ ആങ്കർ അങ്ങ് ഉറച്ചു പിടിച്ച് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും കപ്പൽ അങ്ങ് ശാന്തമാകും. ആടി ഉലഞ്ഞ് ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് പറയുന്നിടത്ത് ആ ആങ്കർ ഒന്ന് എടുത്ത് നങ്കൂരം, മലയാളത്തിൽ നമ്മളെ നങ്കൂരം എന്ന് പറയും, നങ്കൂരം ഇട്ട് കഴിയുമ്പോൾ എന്തുവാ സംഭവിക്കുന്ന അറിയാമോ? ആടി ഉലഞ്ഞു മറിയാൻ നിൽക്കുന്ന കപ്പല് ശാന്തമായി. എത്ര വലിയ കാറ്റടിച്ചാലും കപ്പൽ പിന്നെ നീങ്ങത്തില്ല. നിങ്ങൾക്ക് എത്ര പ്രതികൂലമുണ്ടെങ്കിലും നിങ്ങളുടെ നങ്കൂരം നിങ്ങളുടെ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്, എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ നങ്കൂരം ഇടുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ നങ്കൂരം ഉറപ്പിക്കേണ്ടത് നമ്മുടെ കർത്താവില. പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിലുള്ള കപ്പലുകൾ അവർ ഓടാൻ തുടങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവർക്ക് പ്രതികൂലം വരുമ്പോൾ, അവർക്ക് പ്രൈസ് ദി ലോർഡിനടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ അവർ നങ്കൂരം ഇടുന്നത് കടലിന്റെ ആഴങ്ങളിലേക്കാണെങ്കിൽ ഞാനും നിങ്ങളും നങ്കൂരം ഇടുന്നത് ഉയരത്തിലെ കർത്താവിന്റെ അടുക്കിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്, ആ നങ്കൂരം വലിച്ച് എന്റെ കർത്താവിലേക്ക് ഇടുമ്പോൾ അവിടെ ഒന്ന് ഉറപ്പിച്ചങ്ങ് വിടുകയാ. പ്രൈസ് ദി ലോർഡ്, അറിയാമോ, നമ്മുടെ ആടിക്കൊണ്ടിരിക്കുന്ന ഉലഞ്ഞു മറിയുന്ന നമ്മുടെ കപ്പലിനെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശാന്തമാക്കാൻ. ഒന്ന്, ഈ നങ്കൂരം എവിടെയാ വെച്ചിരിക്കണ്ടേ? കപ്പലിന്റെ ഫ്രണ്ടിലുണ്ടാവണം. നങ്കൂരം ഉണ്ടോ? എന്തുവാ നങ്കൂരം? നമ്മുടെ വിശ്വാസ. എത്ര സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഏത് വലിയ കൊടുങ്കാറ്റ് വന്നെന്ന് പറഞ്ഞാലും അതിനെ എടുത്ത് മറിക്കുമെന്നുള്ള അവസ്ഥ വന്നാലും കപ്പലിന്റെ ഫ്രണ്ടിൽ തന്നെ നങ്കൂരം ഉണ്ടാവണം. നങ്കൂരം ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവണം. എന്ത് പറയട്ടെ, രോഗം വരട്ടെ, പ്രതികൂലം വരട്ടെ, അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, രോഗമോ കഷ്ടയോ നിന്നയോ പട്ടിണിയോ എന്തും തന്നെ വരട്ടെ, ഞാൻ നങ്കൂരമുള്ളവനാ. എന്റെ പടകിന്റെ ഫ്രണ്ടിൽ ഞാൻ നങ്കൂരം വെച്ചിട്ടുണ്ട്. 2, ഈ കപ്പല് ആടി ഉലയാൻ തുടങ്ങുമ്പോ ഈ നങ്കൂരം വേഗത്തിലിടേണ്ടേ. ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കണം. എന്തിൽ പ്രവർത്തിക്കണം? നങ്കൂരം കർത്താവിലേക്ക് അന്ന് ഉറപ്പിക്കണം.
നങ്കൂരം കർത്താവിനോട് ഉറപ്പിക്കണം. ഉറപ്പിച്ച് കർത്താവുമായിട്ട് പിടിച്ചിടണം. കർത്താവേ, ഇതെന്റെ വിഷയമല്ല, യുദ്ധം യഹോവയ്ക്കുള്ളതാ. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, എന്നെ കൊണ്ട് പോരാടാൻ പറ്റത്തില്ല, ഞാൻ പോരാടി തളർന്നുപോയി. കർത്താവേ, ഈ വിഷയത്തിൽ നീ ഇടപെടണമേ എന്ന് ദൈവത്തിലേക്ക് വിഷയം കൈമാറണം. ഈ നങ്കൂരം ഇടുന്നതിന് തൊട്ട് മുമ്പ് നടക്കേണ്ട ഒരു കാര്യം, ഈ ഷിപ്പിനെ ഒന്ന് ശാന്തമാക്കണം. നിങ്ങൾ ബുദ്ധിയിൽ പിന്നൊന്നും ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കൊരു പോരാട്ടം വരുമ്പോൾ, നമ്മളെ കൊണ്ട് പറ്റാത്തൊരു ഏരിയ വരുമ്പോഴല്ലേ നമ്മൾ ദൈവത്തിലേക്ക് പോകുന്നത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ബുദ്ധിയിലൊന്നും ചെയ്യരുത്. ശാന്തമായിട്ട് നമ്മളെ നങ്കൂരത്തെ കർത്താവിലൊന്ന് ഉറപ്പിക്കണം. ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങളെ കർത്താവിനൊന്ന് കൈമാറണം. നമ്മുടെ ഏത് യുദ്ധമാണേലും ഏത് പോരാട്ടമാണേലും ആ പോരാട്ടത്തിനൊരു മറുപടി കർത്താവിൻ്റെ കയ്യിലുണ്ട്. കർത്താവിൻ്റെ വചനം പറയുക, പ്രൈസ് ദി ലോർഡ്, ബാറ്റിൽ ബിലോങ്സ് ടു ദ ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എത്ര വലിയ പ്രതികൂലമാണേലും എത്ര വലിയ ഭാരമാണേലും ഇന്ന് പകൽക്കാലം ഒരു വാക്കിലൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അവിടെ നിന്ന് ഞങ്ങൾക്കായി യുദ്ധം ചെയ്യുകയാൽ സ്തോത്രം. കർത്താവേ, അവിടെ നിന്ന് ഞങ്ങൾക്കായി യുദ്ധം ചെയ്യുകയാൽ സ്തോത്രം. ഈ യുദ്ധം എൻ്റെ യുദ്ധമല്ല കർത്താവേ. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു, ഞാൻ ഒത്തിരി കർത്താവെ അധ്വാനിച്ചു, ഞാൻ ഒരുപാട് രീതിയിൽ കർത്താവെ ഞാൻ അധ്വാനിച്ചു നോക്കി, എന്നാൽ അതൊക്കെ ഞാൻ ചെയ്തു നോക്കി, എന്നാൽ എനിക്കൊരു മറുപടി കിട്ടിയില്ല. കർത്താവ്, ഇന്ന് പകൽക്കാലം എൻ്റെ യുദ്ധത്തെ എൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുക. കർത്താവ്, യുദ്ധം യഹോവയ്ക്കുള്ളത്. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഈ പകൽക്കാലം കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എൻ്റെ വിഷയങ്ങൾ സ്വർഗത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടപ്പാ. ദൈവമേ, ഞങ്ങൾ പോരാടുന്ന പോരാട്ടങ്ങൾ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന യുദ്ധങ്ങൾ, ഞങ്ങൾക്കെതിരെ ശത്രുവാല ഒരിടുന്ന വിഷയങ്ങൾ കർത്താവെ ഞങ്ങളെ തകർത്ത് കളയുവാൻ, ഞങ്ങളുടെ ദൈവമേ വിശ്വാസ പടകിനെ തകർത്ത് കളയുവാൻ തക്ക വേണം. കർത്താവെ, ഞങ്ങളെ കർത്താവെ പടക് ആ അടി ഉലയത്തക്ക വേണം. ശത്രുവായവൻ കൊണ്ടിട്ട വിഷയങ്ങളുടെ മേല് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി അതിൻ്റെ മേല് വെളിപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല, ഞങ്ങൾ കഴിവുള്ളവരിൽ ആശ്രയിക്കുന്നില്ല, ഞങ്ങൾ ലോകത്തിലേക്ക് നോക്കുന്നില്ല. ഞങ്ങളുടെ നങ്കൂരം ഞങ്ങളുടെ കർത്താവിന് ഞങ്ങൾ ഉറപ്പിക്കുക. കർത്താവ്, ഞങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടണമേ അപ്പാ. ഒരു വലിയ വിടുതലിനായി സ്വർഗം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണം. അവിടുത്തെ അത്ഭുത ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണം. പ്രാർത്ഥനയായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ.